ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ന്യൂസ് റോസിലേക്ക് ഏവർക്കും ഒരു സ്വാഗതം. ഓക്കെ ഒരു പണി കിട്ടി, സൂപ്പർ പണി കിട്ടി. ഒരു അറബിയോട് ഞാൻ അറബിയോട് ചോദിച്ചു, ഇംഗ്ലീഷ് അറിയുന്നില്ല, പുള്ളിക്ക് ഹിന്ദി അറിയുന്നില്ല, അതും അറിയുന്നില്ല. പുള്ളി എന്നോട് വന്നിട്ട് മകൻ മുഹമ്മദ് അലി റോഡ് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതായത് പുള്ളി അറബിയാണ് ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്ന അറബി ചോദിച്ചത്. അപ്പം മുഹമ്മദ് അലി റോഡ് എവിടെയാണെന്ന് ചോദിക്കുന്നത്, മുമ്പ് എത്തിയെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു മുമ്പ് എത്തിയിട്ടില്ല, വണ്ണം പുള്ളി ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാക്കുക. ഫൈനലി ഞാൻ ഗൂഗിൾ പുള്ളിക്ക് പോകണം ബോംബെക്ക് പോയി പഠിക്കുന്ന സമയം. അപ്പം ഞാൻ പുള്ളിയോട് പുള്ളി എന്നോട് അറബിയിൽ പറഞ്ഞു പുള്ളിക്ക് ബോംബെയിൽ മുഹമ്മദ് അലി റോഡിലാണ് പോകുന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് 1 മണിക്കൂർ എടുക്കും. ഓക്കെ, പുള്ളിയോട് സംസാരിച്ചിട്ട് സോറി. വണ്ടിയെല്ലാം റോഡെല്ലാം എല്ലാം വണ്ടി ഓടിച്ചു ബോംബെ എത്തുന്നതുകൊണ്ട് മൊത്തം മെട്രോ ട്രെയിനില്ലേ, മറ്റേ പാസഞ്ചേഴ്സ് ട്രെയിനാണ് ഗൈസ്. ഓക്കെ, വെള്ളത്തില് ബോട്ടെല്ലാം ഉറഞ്ഞു കിടക്കുക. ചെറിയ ബോട്ടുകളാണ്, മൊത്തം അത് വെള്ളത്തിൽ ഉറഞ്ഞു കിടക്കുക. ബോംബെ എത്താൻ പോയി വന്ന സ്റ്റേഷൻ മെട്രോ ടൈപ്പ് ട്രെയിനുകൾ ഒരുപാട് ഭയങ്കര ഫാസ്റ്റാണ്, വെരി ഫാസ്റ്റാണ്. മുംബൈയിലെ ആൾക്കാരുടെ ജീവിതം കൊണ്ട് ഇപ്പം തിരക്കുകളൊക്കെയോടുകൂടിയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ, വണ്ടി ഒന്ന് ജസ്റ്റ് നിർത്തും, അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. അതാണ് ഇവിടുത്തെ ഇതിലാണ് ഇവരുടെ ജീവിതം പറ്റുന്നത്. ഫുൾ ടൈം തിരക്കായിരിക്കും, ഇതായിരിക്കും ഇവരുടെ ജീവിതം. വണ്ടി എടുക്കും. റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഒരു 20 മിനിറ്റ് കൊണ്ട് മുംബൈ CST. അപ്പം ദാദർ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റേഷൻ നമ്മുടെ മുംബൈ CST ആണ്. മുംബൈ CSTയിലോട്ട് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, മുംബൈ CST നിന്ന് കാണാം. ഓക്കെ ഗൈസ്, ഹായ്. ഇപ്പം എല്ലാവരും ഇറങ്ങി പോയി, ആരുമില്ല വണ്ടിയിൽ, എല്ലാവരും ഇറങ്ങി കാലിയായി. കോച്ചെല്ലാം നമ്മുടെ കോച്ച് ഇവിടെയാണ് ഗൈസ്. നമ്മൾ മുംബൈ CSTയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക വണ്ടി. ഇവിടെ ഇരുന്ന ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. എൻ്റെ ബെർത്ത് മേളിലായിരുന്നു. അവിടെ ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ കയറിയത്. അപ്പോൾ ഏകദേശം 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ വണ്ടി മുംബൈയിലെത്തും ഗൈസ്. ഞാൻ കിടന്ന് ബെർത്ത്, ഇവിടെ നിന്ന് ആരുമില്ല, എല്ലാവരും ഇറങ്ങി. ഓക്കെ, മേളിലുമില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി. അടുത്ത നെക്സ്റ്റ് സ്റ്റേഷൻ മുംബൈ ആണ്. ഓക്കെ, അങ്ങനെ വണ്ടി സ്റ്റേഷനിൽ എത്തിയിരിക്കണം, ഇറങ്ങാൻ പോകണം ഗൈസ്. ഓക്കെ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ വെച്ചിട്ട് ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് കുറച്ച് കിടപ്പുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ സൈഡിൽ കിടപ്പുണ്ട്. ഇതിപ്പോൾ നേരെ അങ്ങ് നമ്മളവിടെ നടന്ന് ഇതിൻ്റെ എൻഡ് കഴിയുമ്പോഴത്തേക്കിനാണ് ടെർമിനൽ മാറുന്നത്. CSTയും അപ്പുറത്ത് മെട്രോ സ്റ്റേഷനും ഉണ്ട്. 2 സാധനമുണ്ട്. അപ്പുറത്തെ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് വെളിയിൽ ഇറങ്ങുന്നത്, പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കും റെയിൽവേ. ഇത് എൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ലാസ്റ്റ് എൻഡ് വരുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ട്രെയിനിൽ പിന്നെ തിരിച്ച് റിട്ടേൺ ആണ് ട്രെയിൻ. ഓക്കെ ഗൈസ്, അപ്പം റൂം എടുത്ത് ഭക്ഷണം കഴിക്കണം, ഫുഡ് കഴിക്കണം, ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഛത്രപതി ശിവജി ടെർമിനലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ പോയി റൂം എടുക്കണം. റൂം ഈ ട്രെയിൻ കിടക്കുന്നതാണല്ലോ, ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് എൻ്റെ അങ്ങേറ്റത്ത് അവിടെ കൊണ്ട് വണ്ടി അവസാനിക്കുക. ആ ഒരു ഇതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് വണ്ടി പോകുന്നില്ല, ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ആ വണ്ടി. ഇതാണ് മുംബൈ മഹാരാജ ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ, മുംബൈ CST. ഓക്കെ, ഒരു വന്ദേ
ഭാരത് എക്സ്പ്രസ് അവിടെ കിടപ്പുണ്ട്, വന്ദേ ഭാരത് എക്സ്പ്രസ് അവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ വന്ന ട്രെയിനാണ് ഗൈസ്, വന്ദേ ഭാരത്. ഫുഡ് ഡൽഹിയിലെ അതുപോലെ ഫുഡൊന്നും ഇവിടെ കിട്ടുന്നില്ല, നല്ല അടിപൊളി ഫുഡുകൾ കിട്ടുന്നില്ല. ഇവിടെ കിട്ടുന്നത് പറഞ്ഞാൽ നോർമലായിട്ടുള്ള റൊട്ടി, പൂരി അങ്ങനെയുള്ള സാധനം. മഹാരാഷ്ട്രയല്ലേ, നോൺ വെജിന് വലുതായിട്ട് കൊടുക്കുന്ന സ്ഥലമല്ല. അപ്പോൾ ഗൈസ് കാണാം. ഇതിൻ്റെ ഇവിടെ കൊണ്ട് വണ്ടി കാണാം. ഇത് ലാസ്റ്റാണ്, ഇവിടുന്ന് റിട്ടേണാണ് വണ്ടി വന്നത്. റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഇത് അപ്പുറത്ത് മെട്രോ ട്രെയിൻ, മെട്രോ. ഇതെല്ലാം പണ്ട് ബ്രിട്ടീഷുകാർ പണിത ബിൽഡിങ്സ് ആട്ടോ, ഫുള്ള് ബ്രിട്ടീഷുകാർ പണിത ബിൽഡിങ്സാണ് ഫുള്ള്. അടിപൊളിയല്ലേ. ഒരു ജ്യൂസ് കുടിക്കുക, ജ്യൂസ് കുടിച്ചിട്ട് പതുക്കെ പോകാം, അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. നാളെ നമുക്ക് ഇവിടുന്ന് മാഹിമിന് പോകാനുള്ളൂ. മാഹിമിന് ഇവിടുന്ന് ട്രെയിനുണ്ട്, മാഹിമിന് ഇവിടുന്ന് പോകാം. അപ്പം ഓക്കെ ഗൈസ്, ബാക്കിയുള്ള വീഡിയോയിൽ കൂടെ കാണാം. ഓക്കെ, ജ്യൂസ് കുടിക്കുക, ജ്യൂസ് കുടിച്ചിട്ട് ബാക്കപ്പാണ്. നമ്മൾ പുറത്തോട്ട് പോവാണ് ഗൈസ്. ഇവിടെ എല്ലാം നിറച്ചു ആൾക്കാർ. ഇതാണ് മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ. അത് മെയിൻ ട്രെയിനുകൾ വരുന്നതും ഈ സൈഡ് മെട്രോ ട്രെയിനുകൾ പോകുന്നതാണ്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ വന്ന ടിക്കറ്റ് കൗണ്ടറാണ്. എനിക്കതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. ടിക്കറ്റ് കൗണ്ടർ മുംബൈ ടെർമിനൽ. ഒരു ജ്യൂസ് മേടിക്കാം, ചെറിയൊരു കോക്ക് മേടിക്കാം. അവിടെ ഭയങ്കര തിരക്കാരാണ്. ബാക്കിയൊക്കെ പിന്നെ കഴിക്കാം, എന്തെങ്കിലും വേണം പുറത്ത് പോകാം കുറച്ച് കഴിയുമ്പോഴത്തേക്കിന്. ഇതുകൊണ്ട് ഈ ബിൽഡിങ് പഴയ കാലത്തെ ബിൽഡിങ്ങാണ്. കോക്ക് മേടിക്കാൻ പോകുന്നത് നമ്മൾ. എല്ലാം പഴയ കാലത്തെ ബിൽഡിങ് ചെയ്തേക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതേക്കുന്ന ബിൽഡിങ്സ് കാലത്ത് പണിതേക്കുന്ന ബിൽഡിങ്സ് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നമ്മൾ റൂമിൽ പോയിട്ട് കുളിച്ച് ഫ്രഷപ്പായിട്ടൊന്ന് പുറത്ത് പോകണം. പുറത്ത് പോയി ചെറിയ ഷോപ്പിംഗ്, ഒരുപാട് വലിയ ഷോപ്പിംഗ് അല്ല, ചെറിയ ഷോപ്പിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരു 10,000 രൂപ 2,000 രൂപയുടെ ഷോപ്പിംഗ്, അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൂം എടുത്തിട്ട് ഫ്രഷപ്പായിട്ട് കുളിക്കണം. ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാം നല്ല ചീപ്പായിട്ട് വിലക്കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. ബോംബെ വരുവാണെങ്കിൽ ഇവിടേക്ക് ഒന്ന് കറങ്ങണം. ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ നമ്മുടെ അവിടെ സ്റ്റൈൽ ബസ്സുകളില്ല. ടാക്സിയുടെ കളറുണ്ടോ, ബ്ലാക്ക് കളർ ടാക്സി. ഡബിൾ ഡെക്കർ ബസ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓടുന്നത്. ചാർജ് എത്രയാണെന്ന് അറിയത്തില്ല, എന്നാലും ഡബിൾ ഡെക്കറാണ് ഇവിടെ പോകുന്നത്. ഞാൻ ഇവിടെ കയറിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് മെട്രോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്, മെട്രോ ട്രെയിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയുണ്ട്? പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. ഇതൊന്നും പുതിയ ബിൽഡിങ്സ് എന്നല്ല, എല്ലാം പഴയ ബിൽഡിങ്സാണ് ഫുള്ള്. എല്ലാം ചെയ്തിട്ടേക്കുന്നു ബിൽഡിങ്സ് ഫുള്ള്. പിള്ളേരൊക്കെ വഴി കൂടെ നടക്കുന്നത്. ഫുട്പാത്തിൽ ബിരിയാണിക്ക് 60 രൂപ 90 രൂപ ബിരിയാണിക്ക് വില. നമ്മൾ താമസിക്കാൻ വന്ന ഹോട്ടലാണ് സിറ്റി ഹോട്ടൽ എന്ന് പറയുന്ന പേര് എഴുതിയേക്കുന്ന. അവിടെ ഞങ്ങൾ നേരത്തെ താമസിച്ചു. അപ്പോൾ പോയി നോക്കാം, റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ അങ്ങ് താമസിക്കാം. രാവിലെ എനിക്ക് ധാരാവിക്ക് പോകണ്ട. ഓക്കെ, നമ്മളെപ്പോഴും റെഗുലറായിട്ടും താമസിക്കുന്നത് സിറ്റി ഹോട്ടൽ. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ ഗൈസ്, അന്ന് എത്രയാണ് എമൗണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് ചോദിക്കാം റേറ്റും കാര്യങ്ങളൊക്കെ. സിറ്റി ഹോട്ടലിൽ പോയി ചോദിക്കാം. ഇതാണ് ഹോട്ടൽ. ഇതിന് മുമ്പേ ഞങ്ങളിവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ഹോട്ടലാണ്. റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോമൺ വാഷ്റൂം, കോമൺ ബാത്റൂം എന്ന് പറയുന്നത് ഇതാണോ?
सिंगल है कितना होगा? हाँ कितना आदमी है? एक आदमी है। हाँ, ले लो आपको। ये कितने का पड़ेगा ये रूम? 1500 बताया ना। 1500। हाँ, ऊपर वाला को एसी रूम है, बाथरूम कॉमन आएगा। ऊपर वाला को एसी भी है। ऊपर वाला कितना आएगा? ऊपर वाला बड़ा रूम है। ऊपर का बड़ा है। റൂമിന് 2500 രൂപ 3000 രൂപ വില ചാർജ് 3000 രൂപ 2500 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 2000-ൻ്റെ റൂം നോക്കാം. 3000 രൂപ റേറ്റ് വരുന്നുണ്ട്. നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമുക്ക് റൂം കിട്ടിയിരിക്കുകയാണ്. 3000 രൂപ റൂമിന് വില പറഞ്ഞു. പക്ഷെ നമ്മൾ 3000 രൂപയ്ക്ക് റൂം എടുത്തില്ല. ചെറിയ റൂമാണ്, സൂപ്പർ റൂമാണ്. ഇതുണ്ട് റൂം, 2 ബെഡിന്റെ റൂം, സിംഗിൾ ബെഡ് ഉണ്ട്. ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കൂടെ കാണിച്ചില്ല, പക്ഷെ അത് കൊള്ളത്തില്ല, 5 പൈസ കൊള്ളത്തില്ല. ഈ റൂം അടിപൊളിയാണ്. അപ്പം ഏകദേശം ഞാൻ 2500 രൂപ 2000 രൂപയ്ക്ക് റൂം എടുത്തു. അപ്പം ഇന്നിവിടെയാണ് എൻ്റെ സ്റ്റേ. ഇന്നൊരു ദിവസം ഫുൾ ഇവിടെയാണ് സ്റ്റേ ഗൈസ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഇപ്പം മനീഷ് മാർക്കറ്റ് വൈകുന്നേരം പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ബാക്കിയുള്ള നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഞാൻ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു 3 മണി വരെ റെസ്റ്റ് എടുത്തിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെളിയിലോട്ടിറങ്ങാം. പിന്നെ രാവിലെ എനിക്ക് ധാരാവിക്ക് പോകണം. അപ്പം റൂം ഇഷ്ടപ്പെടുന്നത് 2200 രൂപയും 2 പേരെ സ്റ്റേ ചെയ്തു. ഞാൻ ഒരാൾ വന്നപ്പോൾ 2000 രൂപ ചാർജ് ചോദിക്കുന്നത്. ഞാൻ അവിടെ ചോദിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവിടുത്തെ സ്റ്റാഫ് എന്നോട് വന്ന് ചോദിച്ചു, സാർ 3200 പറഞ്ഞ റൂമിന് 2500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ട, എനിക്ക് 2000 അല്ലെങ്കിൽ 1500 ഈ 2 റൂമിൽ. അപ്പോൾ 1500 റൂം കാണിച്ച് ഭയങ്കര അലമ്പ, ഒരു നീറ്റില്ല. പിന്നെ വെളി വന്നിട്ട് 2000 റൂം, ചെറിയ റൂമാണ്. ഇവിടെ ഇങ്ങനത്തെ ബോംബെയിലൊക്കെ ഇങ്ങനത്തെ റൂമേ കിട്ടുള്ളൂ. കാര്യം സ്പേസ് കുറവായിരിക്കും, നമുക്ക് കിടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളും. വലിയ ഹാള് പോലത്തെ റൂമൊന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ റൂമേ കിട്ടുള്ളൂ. അപ്പം ബോംബെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലതായിട്ട് സ്റ്റേ ആണ് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ എടുക്കണം. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ എടുത്താൽ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി നല്ല സ്പേസ് ഉള്ള റൂം കിട്ടുള്ളൂ. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ചെറിയ മാക്സിമം ഒരു റൂം കൂട്ടി കസ്റ്റമറിനെ കൂടുതൽ കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ബോംബെ താമസിക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് 2000 രൂപയ്ക്ക് റൂം കിട്ടി. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ പോകാൻ പോകുന്നത് മനീഷ് മാർക്കറ്റിലോട്ടാണ്. വൈകുന്നേരം പോകാൻ പോകുന്നത് മനീഷ് മാർക്കറ്റിൽ പോയി അവിടെ കുറച്ച് ഒന്നും പർച്ചേസിംഗ് ഒന്നും ചെയ്യാനല്ല, ചെറുതായിട്ടൊന്ന് കാണണം, നിങ്ങളെ കുറച്ച് വീഡിയോ എടുത്ത് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കണം എന്നൊക്കെയാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് കുറവാണ്. ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും ഒരു ചെറിയ കമൻറ്റ് അയച്ചാൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പറഞ്ഞ് സൗണ്ട് പോലെ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഉടനെ തന്നെ ക്ലിയർ ചെയ്യും. ഞാൻ ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ തുടങ്ങിയൊരു പുതിയൊരു വ്യക്തി. അപ്പോൾ എനിക്ക് അതിൻ്റെ അറിവില്ലായ്മ എന്തെങ്കിലുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ എന്നോട് ക്ഷമിക്കണം. അപ്പം ഇന്ന് ഒരു ദിവസം മാത്രമേ ബോംബെയിലുള്ളൂ. നാളെ ഞാൻ ഡൽഹിക്ക് പോകും. രാവിലെ അല്ല, വൈകുന്നേരം നാളെ ഡൽഹിക്ക് പോകും. ഡൽഹിക്ക് പോയി ഞാൻ പറഞ്ഞില്ല, ഞാൻ രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ എന്താ അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡാണ്. അവരിപ്പോൾ എങ്ങനെയാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒന്ന് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഡൽഹിക്ക് പോയി. സലീം എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവൻ വന്നാൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 2 പേരും കൂടെ പോയാൽ മാത്രമേ എനിക്ക് ഫണ്ട് കിട്ടുള്ളൂ. അപ്പം ഗൈസ്, അപ്പം കാണണം. നല്ല നല്ല വീഡിയോകൾ ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.